അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്ത എന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 28-ാമത്തെ അധ്യായം 16-ാമത്തെ ശ്ലോകം മുതൽ നമ്മളിപ്പോൾ പാരായണം ചെയ്ത് സമർപ്പിക്കുന്നു. രാജ്യയോഗ്യം സുതം ദൃഷ്ട്വാ രാജാ ദശരഥസ്തദാ രാഘവായ ധുരം ദാതും മനശ്ചക്രേ നിജായ വൈ. സംഭാരം വിഹിതം ദൃഷ്ട്വാ കൈകേയീ പൂർവകൽപ്പിതാ വരൗ സംപ്രാർത്ഥയാമാസ ഭർത്താരം വശവർത്തിനം. രാജ്യം സുതായ ചൈകേന ഭരതായ മഹാത്മനെ രാമായ വനവാസം ച 14 സമാസ്തധാ. രാമസ്തു വചനാത്തസ്യാം സീതാലക്ഷ്മണസംയുതാ ജഗാമദണ്ഡകാരണ്യം രാക്ഷസൈരുപസേവിതം. രാജാ ദശരഥപുത്രവിരഹേണ പ്രപീഡിതാ ജഹു പ്രാണാനമേയാത്മാ പൂർവശാപമനുസ്മരൻ. ഭരത പിതരം ദൃഷ്ട്വാ മൃതം മാതൃകൃതേന വൈ രാജ്യമൃദ്ധം ന ജഗ്രാഹ ഭ്രാതു പ്രിയചികീർഷയാ. പഞ്ചവട്യാം വസൻ രാമോ രാവണാവരജാം വനേ ശൂർപ്പണഖാം വിരൂപാം വൈ ചകാരാതിസ്മരാതുരാം. ഖരാദയസ്തു താം ദൃഷ്ട്വാ
ഛിന്നനാസാം നിശാചരാം ചക്രു സംഗ്രാമമതുലം രാമേണാമിത തേജസാ സ ജഘാന ഖരാദീംശ്ച ദൈത്യാനതിബലാന്വിതാൻ മുനീനാം ഹിതമന്വിച്ഛൻ രാമ സത്യപരാക്രമ ഗത്വാ ശൂർപ്പണഘാലങ്കാം ഖരദൂഷണഘാതനം ദൂഷിത കഥയാമാസ രാവണായ ച രാഘവാത് സോപി ശ്രുത്വാ വിനാശം തം ജാത ക്രോധവശഖല ജഗാമ രഥമാരുഹ്യ മാരീചസ്യാശ്രമം തദാ കൃത്വാ ഹേമമൃഗം നേതും പ്രേഷയാമാസ രാവണ സീതാ പ്രലോഭനാർത്ഥായ മായാവിനമസംഭവം സോധ ഹേമമൃഗോ ഭൂത്വാ സീതാദൃഷ്ടിപഥം ഗതാ മായാവീ ചാതി ചിത്രാംഗശ്ചരൻ പ്രബലമന്ദികേ സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 28-ാമത്തെ അധ്യായത്തിൽ 16-ാമത്തെ ശ്ലോകം മുതൽ 26 കൂടിയുള്ള ശ്ലോകങ്ങളാണ് ഇന്ന് പാരായണം ചെയ്യുന്നത്. അതാണ് നമ്മൾ ഭാഷാഗാനമായി ഇപ്പോൾ പാടുന്നത്. ഈ രാമനവമിയുടെ ധന്യതയാർന്ന ദിവസം രാമായണ കഥ തന്നെ ദേവീഭാഗവതത്തിൽ പാടാനുള്ള അനുഗ്രഹം ദേവിയും ആ ശ്രീരാമചന്ദ്രസ്വാമിയും നമുക്ക് തന്നിരിക്കുന്നു. ആ ഭാഗങ്ങളെ പാടി നമുക്ക് സമർപ്പിക്കാം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. രാജാവാകാൻ രാമൻ യോഗ്യൻ എന്നറിഞ്ഞ ദശരഥൻ രാജ്യം രാമനേകാൻ മനസ്സാലെയുറച്ചു. അഭിഷേക സാമഗ്രികൾ കണ്ട കൈകേയി തനിക്കു പണ്ടേകിയ വരങ്ങളെ ആവശ്യപ്പെട്ടു. മഹാത്മാവം ഭരതനു രാജ്യം നൽകിയിടേണമൊപ്പം രാമൻ 14 വർഷം കാട്ടിൽ പോകേണം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. കൈകേയി തൻ വാക്കു കേട്ടു സീതാലക്ഷ്മണന്മാർക്കൊപ്പം രാക്ഷസർ വസിക്കുന്ന ദണ്ഡകമേറി. രാക്ഷസന്മാർ വസിക്കുന്ന ദണ്ഡകമേറി. പുത്രവിരഹത്താലേറെ ദുഃഖിതനായി ദശരഥൻ പഴയ ശാപത്തെ ഓർത്തു പ്രാണൻ വെടിഞ്ഞു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. തൻ്റെ അമ്മ കാരണമാണച്ഛൻ മരിച്ചതെന്നുള്ള കാര്യം കേട്ടു ഭരതനോ ഭ്രാതൃസ്നേഹത്താൽ
രാമൻ തിരിച്ചു വരാതെ അയോധ്യ സ്വീകരിക്കില്ല എന്നു ചൊല്ലി രാജ്യത്തെയും ഉപേക്ഷിച്ചല്ലോ. പഞ്ചവടി തന്നിൽ രാവണ സോദരി കാമാതുര ശൂർപ്പണഖേ വിരൂപയാക്കി ലക്ഷ്മണനും. മുക്കുമുറിഞ്ഞവളെ കണ്ടോരാ ഖരദൂഷണന്മാർ മഹാവീരൻ രാമനുമായി യുദ്ധം ചെയ്തല്ലോ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ശരണം. മുനിമാർക്കു ഹിതം ചെയ്യും സത്യസന്ധൻ രാമചന്ദ്രൻ മഹാബലശാലികളാമവരെ കൊന്നു. ശൂർപ്പണഖ ലങ്ക തന്നിൽ ചെന്നു കഥകളെ ചൊല്ലി ശൂരന്മാരാം രാക്ഷസരെ കൊന്ന കാര്യവും. ഇതു കേട്ടു ദുഷ്ടനായ രാവണൻ കോപിഷ്ഠനായി രഥമേറി മാരീചാശ്രമത്തിങ്കലെത്തി. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. രാമ രാമ രാമചന്ദ്ര, രാമ ജയ രാമചന്ദ്ര, രാമ രാമ രാമചന്ദ്ര ശ്രീരാമദേവ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മീ ശരണം, ഭദ്രേ ശരണം, കാളീ ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുക എൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു ജ്ഞാനാംബികേ. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു ജ്ഞാനംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജയായി ആരംഭിച്ചിട്ട് ഇന്ന് 306-ാമത്തെ ദിവസം. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 28-ാമത്തെ അധ്യായത്തിൽ 16-ാമത്തെ ശ്ലോകം മുതൽ 28 കൂടിയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ ഇന്ന് പാരായണം ചെയ്തതും ഭാഷാഗാനമായി പാടിയതും ഇപ്പതാ പ്രഭാഷണ രൂപത്തിൽ അനുസ്മരിക്കുന്നതും. ഇവിടെ രാമലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാരുടെ വിവാഹം മിഥിലയിൽ വെച്ച് യഥാവിധി നടത്തപ്പെട്ടു എന്ന് പറഞ്ഞാണ് നമ്മൾ നിർത്തിയത്. പിന്നെ പറയുകയാണ് രാജ്യയോഗ്യം സുതം ദൃഷ്ടുവ. രാജ്യഭരണത്തിന് യോജിച്ച തൻ്റെ മകനെ കണ്ടിട്ട് രാജാ ദശരഥസ്തദ, രാജാവായ ദശരഥൻ അപ്പോ രാഘവായ ധുരം ദാതും, രാഘവന് ധുരം ദാതും ഭരണത്തെ നൽകാൻ, ഭരണഭാരം
ആ രഘുകുമാരനെ ഏൽപ്പിക്കാൻ, ആ രാഘവനെ ഏൽപ്പിക്കാൻ മനശ്ചക്രേ നിജായ വൈ എന്നാണ്. മനസ്സുകൊണ്ട് ഉറപ്പിച്ചു. എന്ത്? ഈ രാജ്യഭാരം, രാജകുമാരൻ ഇനി രാജാവായിട്ടിരിക്കട്ടെ, രാജ്യഭരണം ഏറ്റെടുക്കട്ടെ എന്ന് മനസ്സാ തീരുമാനിച്ചു. എന്നിട്ടോ സംഭാരം വിഹിതം ദൃഷ്ടുവ, ഇതിനുള്ള ഒരുക്കങ്ങൾ, ആ സംഭാരം വിഹിതം ദൃഷ്ടുവ അത് കണ്ടപ്പോൾ കൈകേയി പൂർവകൽപ്പിതവും, കൈകേയി തൻ്റെ വശവർത്തിനം ഭർത്താരം, തൻ്റെ വശവർത്തിയായ, താൻ പറഞ്ഞാൽ എല്ലാം കേൾക്കുന്ന ദശരഥ മഹാരാജാവിനോട് പൂർവകൽപ്പിതവും വരോ സംപ്രാർത്ഥയാമാസ, മുമ്പ് പ്രതിജ്ഞ ചെയ്തിട്ടുള്ളതായിട്ടുള്ള വരങ്ങൾ, 2 വരങ്ങൾ, വരവു എന്നാണ്, 2 വരങ്ങൾ സംപ്രാർത്ഥയാമാസ, അതിനെ പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ അപ്പം തന്നെ വേണം എന്ന് ആവശ്യപ്പെട്ടു. എന്താണ് 2 വരങ്ങൾ എന്നാ പിന്നീട് പറഞ്ഞത്? രാജ്യം സുതായ ചൈകേനാ ഭരതായ മഹാത്മനെ, തൻ്റെ മകനും മഹാത്മാവുമായ ഭരതന് രാജ്യം കൊടുക്കണം. അതോടൊപ്പം തന്നെ രാമായ വനവാസം ചതുർദശ സമാസ്തഥ, രാമന് 14 വർഷത്തേക്ക് രാമനെ വനവാസത്തിന് അയക്കണം എന്നും. രാമസ്തു വചനാത്തസ്യാം സീതാലക്ഷ്മണ സംയുതാം ജഗാമ ദണ്ഡകാരണ്യം രാക്ഷസൈരുപസേവിതം. വചനാത്തസ്യ, ആ കൈകേയിയുടെ വാക്കുകൾ അനുസരിച്ച് രാമൻ സീതാലക്ഷ്മണ സംയുത, സീതയോടും ലക്ഷ്മണനോടും കൂടി രാക്ഷസൈരുപസേവിതം ദണ്ഡകാരണ്യം ജഗാമ, രാക്ഷസന്മാർ വിഹരിക്കുന്ന വസിക്കുന്ന ദണ്ഡകാരണ്യം, ദണ്ഡകം എന്ന കാട്ടിലേക്ക്, ദണ്ഡകാരണ്യത്തിലേക്ക് ജഗാമ പോവുകയും ചെയ്തു. രാജ ദശരഥ പുത്രവിരഹേണ പ്രപീഡിത, രാജാവായ ദശരഥനോ പുത്രവിരഹം കൊണ്ട് അത്യന്തം വിഷമിച്ചു, പ്രപീഡിതനായി മാറി. അപ്പോൾ ജഹവും പ്രാണാൻ അമേയാത്മാ പൂർവശാപമനുസ്മരൻ, ഇപ്പം തനിക്ക് പണ്ട് കിട്ടിയിരുന്ന ശാപത്തെ ആലോചിച്ചുകൊണ്ട് പ്രാണൻ ഉപേക്ഷിച്ചു. എന്താ ശാപം? നിനക്കും പുത്രദുഃഖമുണ്ടാവട്ടെ മരണസമയത്ത് എന്ന് താൻ ഒരു ബ്രാഹ്മണകുമാരനെ ആനയെന്ന് കരുതി ശബ്ദവേദി എന്ന അസ്ത്രം കൊണ്ട് നിഗ്രഹിച്ചപ്പോൾ ആ ബ്രാഹ്മണകുമാരൻ്റെ മാതാപിതാക്കൾ ശപിച്ചതാണ്. അന്ന് ആ ശാപം അനുഗ്രഹമായിട്ട് തോന്നി തനിക്ക്. കാരണം പുത്രന്മാരില്ലാത്ത തനിക്ക് പുത്രൻ ഉണ്ടാകും ഈ ശാപത്തിലൂടെ. ആ പുത്രനിൽ പരമശ്രേഷ്ഠനായിരിക്കുന്ന, പ്രഥമനായിരിക്കുന്ന രാമൻ ഇപ്പം തന്നെ വിട്ടുപോയിരിക്കുന്നു. അത് ആലോചിച്ച് പ്രാണൻ ഉപേക്ഷിച്ചു. ഭരത പിതരം ദൃഷ്ടുവാ മൃതം മാതൃകൃതേന വൈ, അച്ഛൻ മരിച്ചതിന് കാരണം തൻ്റെ മാതാവ് കാരണമാണ്. മാതൃകൃതേന വൈ, മരിച്ചത് എന്നറിഞ്ഞ ഭരതൻ രാജ്യമൃദ്ധം ന ജഗ്രാഹ ഭ്രാതു പ്രിയ ചികിത്സയ, സഹോദരൻ്റെ പ്രീതിക്ക് വേണ്ടി ആ രാമനോടുള്ള സ്നേഹം കാരണം സമ്പന്നമായിരിക്കുന്ന രാജ്യമൃദ്ധം ന ജഗ്രാഹ, അതിനെ സ്വീകരിച്ചില്ല. പഞ്ചവട്യാം വസൻ രാമോ, രാമൻ പഞ്ചവടിയിൽ താമസിക്കണു. രാവണാവരജാം വനെ, രാവണന്റെ സഹോദരി, അങ്ങനെയുള്ള ശൂർപ്പണഖയെ എങ്ങനെയുള്ളവളാണ്? ചകാരാതിസ്മരാതുരാം എന്നാണ്. വിരൂപാം വൈ ചകാരാതിസ്മരാതുരാം, സ്മരാതുരയായിരിക്കുന്ന, കാമപീഡിതയായിരിക്കുന്ന ശൂർപ്പണഖയെ വിരൂപയാക്കി, രാവണ സഹോദരിയെ വിരൂപയാക്കി. ഖരാദയസ്തു താം ദൃഷ്ടുവ ഛിന്നനാസാം നിശാചരാഹ, ഖരൻ തുടങ്ങിയ രാക്ഷസന്മാരെ തങ്ങളുടെ സഹോദരിയുടെ മൂക്ക് മുറിച്ച് കണ്ടപ്പോൾ ആ ശൂർപ്പണഖയെ കണ്ട് അതിന് കാരണം ആയിരിക്കുന്ന അതിതേജസ്വിയായിരിക്കുന്ന രാമേണ അമിത തേജസ്വിയായിരിക്കുന്ന ആ രാമനുമായി ചക്രു സംഗ്രാമമതുലം, അതുലം സംഗ്രാമം ചക്രു, അതിഗംഭീരമായിരിക്കുന്ന ഭയങ്കരമായിരിക്കുന്ന യുദ്ധം ചെയ്തു. പിന്നെയോ സജഘാന ഖരാദീംശ്ചാദൈത്യാനതിബലാന്വിതാൻ മുനീനാം ഹിതമന്വിച്ഛൻ രാമ സത്യപരാക്രമ, മുനിമാരുടെ ക്ഷേമം ആഗ്രഹിച്ച്, മുനീനാം ഹിതമന്വിച്ഛൻ സത്യപരാക്രമ രാമ, സത്യസന്ധനായ സത്യപരാക്രമനായിരിക്കുന്ന ശ്രീരാമചന്ദ്രൻ
ആ യുദ്ധത്തിൽ വെച്ച് സജഖാന ഖരാദീംശ്ച, അതിബലശാലികളായിരിക്കുന്ന ദൈത്യാനതിബലാന്വിതാൻ, ഖരൻ തുടങ്ങിയ രാക്ഷസന്മാരെ മുഴുവൻ നിഗ്രഹിച്ചു. ഗത്വാ ശൂർപ്പണഘാലങ്കാം ഖരദൂഷണഘാതനം ദൂഷിതാ കഥയാമാസ രാവണായ ച രാഘവ. ശൂർപ്പണഖ നേരെ ലങ്കയിൽ ചെന്നു. തനിക്ക് ഈ വൈരൂപ്യമുണ്ടാക്കിയതിന്, അംഗഭംഗം വന്നതിന് കാരണം രാമൻ ഖരദൂഷണാദികളെ നിഗ്രഹിച്ചതായിട്ടുള്ള കാര്യം, ഇതൊക്കെ രാവണനെ പറഞ്ഞു കേൾപ്പിച്ചു. സോപി ശ്രുത്വാ വിനാശം തം ജാത ക്രോധവശ ഖല ജഗാമരഥമാരുഹ്യ മാരീചസ്യാശ്രമം തദാ. ഖരദൂഷണന്മാരുടെ വധത്തെക്കുറിച്ച് വിനാശം ശ്രുത്വ, ദുഷ്ടനായ രാവണൻ, ക്രോധവശനായിരിക്കുന്ന രാവണൻ, ദേഷ്യം വന്ന ഖലനായ രാവണൻ ജഗാമരഥമാരുഹ്യ മാരീചസ്യ ആശ്രമം തഥാ, രഥത്തിൽ കയറി വളരെ വേഗം മാരീചൻ്റെ, തൻ്റെ മാതുലനായ മാരീചൻ്റെ ആശ്രമത്തിലേക്ക് രാവണൻ പുറപ്പെട്ടു. കൃത്വാ ഹേമമൃഗം നേതും പ്രേഷയാമാസ രാവണ സീതാപ്രലോഭനാർത്ഥായ മായാവിനമസംഭവം. മാരീചൻ എന്ന് പറഞ്ഞാൽ വലിയ മായാവിയാണ്. അങ്ങനെയുള്ള ആ മായാവിയായ മാരീചനെ കൊണ്ട് അപൂർവമായിരിക്കുന്ന ഹേമമൃഗം, സ്വർണ്ണ നിറത്തിലുള്ളൊരു മാനിൻ്റെ വേഷത്തിൽ രാമൻ്റെ ആശ്രമത്തിലേക്ക് മാരീചനെ പറഞ്ഞയച്ചു. സീതാപ്രലോഭനാർത്ഥായ, എന്താ ഉദ്ദേശം? സീതയെ പ്രലോഭിപ്പിച്ച് മോഹിപ്പിച്ച് ദൂരത്തേക്ക് കൊണ്ടുപോകാൻ, രാമനെ ദൂരത്തേക്ക് കൊണ്ടുപോകാൻ നിർദ്ദേശം കൊടുത്തു. രാവണൻ മാരീചനെ പറഞ്ഞയക്കുകയും ചെയ്തു. സോധഹേമമൃഗോ ഭൂത്വ സീതാദൃഷ്ടിപഥം ഗത, സീതയുടെ ദൃഷ്ടിപഥത്തിലേക്ക്, സീതയ്ക്ക് കാണാൻ പാകത്തിന് ഒരു സ്വർണ്ണമാനിൻ്റെ രൂപത്തിൽ മാരീചൻ ചെല്ലുന്നു. മായാവി ചാതിവിചിത്രാംഗശ്ചരൻ പ്രബലമന്തികെ, സർവാംഗങ്ങളും അത്ഭുതകരമായിരിക്കുന്നു എന്നാണ്. ആ മൃഗം ആ പർണകുടീരത്തിനടുത്ത് ചെന്ന് അവിടെ ചുറ്റി നടക്കാൻ തുടങ്ങി എന്ന് പറയുന്ന 28ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് അമ്മയുടെ പാദാന്തികത്തിൽ സമർപ്പിക്കുന്നു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ഒഴിയുന്നു ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു
ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ, കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു, അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു. ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി, ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ, ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ, തമസോ മാ ജ്യോതിർഗമയ, മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.